അതെ, ഇപ്പം ഇപ്പത്തെ കുട്ടികള് മൊത്തം പൊളപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ പൊളപ്പത്തി കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരിക്കലും റൈറ്റ്സ് അല്ല എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ. അത് ഞാൻ ഭയങ്കര ഓൺലൈൻ ജഡ്ജോ ഭയങ്കര സംഭവിക്കൊന്നല്ല, അങ്ങനത്തെ കാഴ്ചപ്പാടിൽ എന്നെ ആരും കാണരുത് പ്ലീസ്. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടും എനിക്കില്ല. ഞാൻ അങ്ങനെ ഇരുന്ന് വലിയ സംഭവമാക്കിയിട്ടൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്കൊക്കെ അങ്ങനെ തോന്നാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകളൊന്നും ലൈക്ക് അടിക്കണ്ട. ഇത് ഇനി തുടർന്ന് എങ്ങനെയും സജഷനിലേക്ക് വരികയാണെങ്കിൽ എന്നെ ബ്ലോക്ക് അടിക്കുക, അത്ര പറയാനുള്ളത്. അപ്പൊ ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, സംഭവം ആദ്യം നമുക്ക് ഇതൊന്ന് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഈ കുട്ടി ഈ മുഖമൊക്കെ ഇങ്ങനെ ബ്ലറാക്കി ഒന്നിങ്ങനെ ഒരു സ്ത്രീയാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ ആളുകളൊക്കെ വിചാരിക്കാം ഇത് ശരിയാണ്, അല്ലെങ്കിൽ ആ കുട്ടീനോട് അയാൾ എന്തോ അനാവശ്യം പറഞ്ഞു, ആ രീതിയിലൊക്കെ ആയിരിക്കും സമൂഹം ഇങ്ങനെയുള്ള സാധനത്തിനെ കാണാം. അതുകൊണ്ടോ ബ്ലർ ചെയ്തിട്ടൊക്കെയാണ് സംസാരിപ്പിക്കുന്നത്. ചെറിയ കുട്ടിയാണ്, ചിലപ്പം ഈ 10th പ്ലസ് 1 പ്ലസ് 2 ഒക്കെ പഠിക്കുന്നതൊക്കെ ആയിരിക്കും. എന്താണെന്നുണ്ടെങ്കിലും പൊളപ്പ് തന്നെയാണല്ലോ അല്ലേ? തിരുനക്കര എന്ന് പറയുന്ന ബസ്സിന് തിരിച്ചു വരികയായിരുന്നു. അന്നേരം ബസ്സിലെ കണ്ടക്ടർ ചോദിച്ചു, ഇന്നപോലെ സ്കൂളിൽ പോയതാണോ അതോ വേറെ എല്ലാവരും കൊണ്ട് കറങ്ങാൻ പോയതാണോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഇന്നപോലെ സ്കൂളിൽ പോയതാണെന്ന് പറഞ്ഞു. അന്നേരം കളർ ഡ്രസ്സ് ആയിരുന്നു ഇട്ടേക്കുന്നത്. ബാഗ് ഇരിക്കുന്നവരെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ബാഗ് ഇരിക്കുന്നവരെ കൊടുത്തേക്കുമായിരുന്നു. അന്നേരം പറഞ്ഞ് കൊച്ചിനെ കണ്ടാൽ പറയത്തില്ലല്ലോ സ്കൂളിൽ പോയതാണ്, കറങ്ങാൻ പോയതാണെന്ന് പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. ആരെങ്കിലും കൂടി കാമുകനോട് കറങ്ങാൻ പോയതാണെന്നൊക്കെ ചോദിച്ച്. അന്നേരം പറഞ്ഞ് അല്ല, എന്നോട് സ്കൂളിൽ പോയതാ, യൂണിഫോം കിട്ടിയില്ല, അതുകൊണ്ട് യൂണിഫോം ഇടാഞ്ഞെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ST എടുക്കത്തില്ല, കാർഡ് കാണിക്കണമെന്ന് പറഞ്ഞു. കാർഡ് കാണിക്കാൻ എൻ്റെ കാർഡ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ST തരാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ കയ്യിലുണ്ടായിരുന്ന ST അത് കൊടുത്ത്. അതിന് പിന്നെ വൈകിട്ട് അതാണ് സംഭവം. ആ കണ്ടക്ടർ യൂണിഫോം ഇവിടെ പാസ് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഈ സ്റ്റുഡൻസിനൊക്കെ പാസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ പാസ് ചോദിച്ചപ്പോ പാസ് ഇല്ല, യൂണിഫോം ഇല്ല. അപ്പൊ പിന്നെ ഫുൾ ചാർജ് ആണ്. ഏതൊരു കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിലും ഫുൾ ചാർജ് മാത്രമേ ചോദിക്കുള്ളൂ. ആ കുട്ടിന്റെ അടുത്ത് ST അതാണേ ഉള്ളൂ, അത് വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇയാൾ ചോദിക്കേണ്ട അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ പോയതാണ്, അതല്ലെങ്കിൽ കാമുകന്റെ കൂടെ കറങ്ങാൻ പോയതാണോ, ഈ ഒരു ചോദ്യം ഒന്നും അയാൾക്ക് ചോദിക്കേണ്ട കാര്യമില്ല. അത് ചോദിച്ചൊരു മൈൻഡ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ കാമുകന്റെ പേരെന്താ, അവൻ എവിടെയാണ്, അവൻ എന്ത് ചെയ്യാണ്, ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ. അത് മനസ്സിലാവുന്ന ആളുകൾക്ക് മനസ്സിലാവും. ആ രീതിയിൽ കുറെ ആളുകളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു ഗേളും അല്ലെങ്കിൽ ഒരു പയ്യനൊക്കെ എവിടെയെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന് ഏതാണ് ഇവന്റെ ചിലപ്പോ അങ്ങനെയുള്ള ആളുകളുടെ മതം, അതല്ലെങ്കിൽ അവരുടെ ജാതി, ഈ കാര്യങ്ങളൊക്കെ തുറന്ന് നെകഞ്ഞു നോക്കുന്ന ആളുകൾ ഉണ്ട്. ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കും ചിലപ്പോ ചേട്ടൻ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആണെങ്കിൽ കൂടെ ഇപ്പം ഓക്കെ, ഈ കുട്ടി എവിടെ വേണമെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടെ, ആരുടെ കൂടെ എന്ത് വേണമെങ്കിൽ ചെയ്യും, അത് ആ കണ്ടക്ടറെ ബാധിക്കുന്ന ഒരു കേസേ അതല്ല. പിന്നെ അയാൾ ഈ ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്കാണ് ഈ ചങ്ങാതിമാർ വന്നാണ്ട് അടിക്കുന്നത്. ഒരാളെ പട്ടീനെ തല്ലണ പോലെയൊക്കെ തല്ലുമ്പം അപ്പൊ ഈ കണ്ടക്ടർ ഒറ്റക്കാണ് ആ കുട്ടിന്റെ അടുത്ത് പറഞ്ഞു, ഒറ്റക്ക് ഏതെങ്കിലും ഒരുത്തം വന്നും കണ്ട ഈ രീതിയിൽ ഇയാൾ തല്ലാൻ തയ്യാറാവുമോ? വിറയ്ക്കൂലോണ്ടത്, വിറച്ചു പോവും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പട്ടിനെ തല്ലണ പോലെ അമ്മാതിരി അതൊക്കെ ആണത്തരാന്നൊക്കെ വിചാരിച്ചെടുക്കുന്ന കുണ്ടന്മാരുടെ അടുത്തൊന്നും ഒന്നും പറയാനില്ല. അവരുടെ മകനൊക്കെ വീടിനതിലെ വന്നായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ഇന്നലെ ഞങ്ങളുടെ ഒരു മാമൻ്റെ വണ്ടി വീടിൻ്റെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. അന്നേരം ആ വണ്ടിയുടെ നമ്പരൊക്കെ നോക്കി വെച്ചിട്ട് അവർ അത് എരമല്ലൂരിലാണ് ഓടുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇന്നപോലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇന്നപോലെ വീട്ടിൽ വന്നായിരുന്നു. അന്നേരം അവരെ അടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മാമനെ അറിയത്തില്ലായിരുന്നു ഇവരാരാണെന്നൊന്നും. അന്നേരം ഇന്നപോലെ അവരൊക്കെ എന്ത് ചെയ്യും, അവരെ കണ്ടുകഴിഞ്ഞാൽ അടിക്കുമെന്നൊക്കെ ഇന്നപോലെ പറഞ്ഞായിരുന്നു. ഈ കുട്ടീനെ പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം ആരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാണ്. എന്തെങ്കിലും കുട്ടിക്ക് സംസാരിക്കാതെ തന്നെ പ്രശ്നമാവും. എന്താണെന്നുണ്ടെങ്കിലും ഈ കേസിലൊക്കെ എന്നൊക്കെ എന്താണെങ്കിലും ഒരാളെ ഒന്നും ഇങ്ങനെ ബസ്സിലൊക്കെ കയറി തല്ലാന്നൊക്കെ പറയുമ്പോ അത് ഞാൻ ചോദിക്കുന്നത്, ഒറ്റ കാണുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ എന്താണ് ചേട്ടാ പ്രശ്നം, കുട്ടീന്റെ അടുത്ത് എന്താണ് ചേട്ടൻ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആ രീതിയിൽ ചോദിച്ചു മെല്ലെ തട്ടി കഴിച്ചിലൊക്കെയല്ലേ ചെയ്യുള്ളൂ. ഇത് 4-5 ആൾക്കാരുണ്ടാകുമ്പോ ഒരു പട്ടികളെ സ്വഭാവം ഉണ്ടല്ലോ, നായ്ക്കളൊക്കെ മാതിരി ഇങ്ങനെ ഈ കുരയ്ക്കുക, അവർക്കെതിരെ കുതിച്ച് ചാടുക, ആ പരിപാടികളൊക്കെ എടുക്കും. ഒരു 4-5 എണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ കാണുന്നുണ്ടെങ്കിൽ ഇവന്റെ മറ്റേത് ഇങ്ങനെ വിറച്ചു കളിക്കും. അടിയിലേക്ക് എങ്ങനെ പോയത്? അത് ഇന്നലെ വീട്ടിലാരും ഇല്ല, അമ്മ വെളിയിലാണ്, അച്ഛൻ മരിച്ചുപോയി. അന്നേരം പിന്നെ ചേട്ടന്മാർ മാത്രമേ ഉള്ളൂ വീട്ടില്. അപ്പൊ എന്നോടെല്ലാം അവരോടാ പറയുന്ന എല്ലാ കാര്യവും. അപ്പൊ ഇന്നലെ എനിക്ക് വിഷമം വന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞ. അപ്പൊ അവർക്ക് സ്വന്തം പെങ്ങളെ ആരാണെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനും അടിക്കുകയൊക്കെ ചെയ്യില്ല. അങ്ങനെ അവർ ചെന്ന് ചോദിച്ചതാണ് ഇന്നലെ. അപ്പൊ
അത് കണ്ടക്ടർ പറയുന്ന അയാൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ്. അപ്പം ഇവർ ചോദിച്ചു എന്തിനാ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. അന്നേരം അവന് ദേഷ്യത്തിന് ഇവർ കയറി അടിച്ചതാണ്. ഞാൻ അയാളെ അടിക്കുകയൊന്നും ചെയ്തിട്ടില്ല, അവൻ ബസ്സിലുണ്ടായിരുന്നേ ഉള്ളൂ. മോളെ വാവേടി ഇന്റെ ആങ്ങളന്മാർ ഇനി വലിയ എന്താ ആണത്തരം കാണിച്ചാന്നാ തോന്നുന്നത്. സത്യത്തിൽ വലിയ കോമഡി ആയി തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പം കണ്ടക്ടർ അടുത്ത് ഒന്നും കണ്ട് ചേട്ടന്മാര് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്താണ് പറഞ്ഞത്, അതാണ് ഇതാണെന്നൊക്കെ. അപ്പൊ ഈ കുട്ടി പറഞ്ഞതിൽ തന്നെ ഒരു 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 സ്ത്രീന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു കുട്ടീന്റെ അടുത്തും പറയാൻ പറ്റാത്ത ഒരു സാധനം കണ്ടക്ടർ പറഞ്ഞായിട്ട് കുട്ടിയും പറഞ്ഞിട്ടില്ല. പിന്നെന്താ അവിടെ പ്രശ്നം? അപ്പൊ പിന്നെ അതിന്റെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എടുക്കുമ്പോ ഈ ഒരാളെ വട്ടത്തിൽ ഇരുന്നിട്ട് തല്ലുമ്പോ അതിന് എന്താണ് ആ രീതിയിലുള്ള പണി തന്നെ എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. മനസ്സിലായില്ല? പിന്നെ ഇപ്പൊ ഇങ്ങനെ മുഖമൊക്കെ ബ്ലർ ചെയ്തുങ്ങാണ്ട് ഭയങ്കര കരച്ചിലും വീഴ്ചയിലും ഒക്കെ ആയിട്ട് അതിന്റെ ആവശ്യമില്ല. ഇതിപ്പോ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാധനം വന്ന് ഈ കുട്ടി പറയുന്നത് എന്നുള്ളത് ഞാൻ ആലോചിച്ചത്. സംഭവം തെറ്റ് ഈ കണ്ടക്ടർ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളായിരിക്കും ചിലപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി എവിടെ പോവാണ്, എന്തിനു വന്നതാണ്, ആരുടെ കൂടെ പോയതാണ്, എന്താണ് എന്റെ കാമുകനാണോ, സ്കൂളിൽ പോയതാണോ? കണ്ടക്ടറിന് റൈറ്റുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്. പാസ് ഇല്ലേ, എന്നാ പിന്നെ ഫുൾ ചാർജ് കൊടുക്കണം. ആ കുട്ടിന്റെ കയ്യിലില്ല, ST കൊടുത്ത് കണ്ടക്ടർ അതും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇതൊക്കെ വെറുതെ മേന കാണിച്ചിട്ട് മുഖം ബ്ലർ ചെയ്തും കണ്ട് ഇതൊന്നും ഒരു ആവശ്യമില്ലടോ. അതൊക്കെ ഇതൊക്കെ എന്താണെന്നല്ല, ഇത് ഭയങ്കര മിസ്യൂസ് ആണ് ഈ പരിപാടികളൊക്കെ. ഇത് വെറുതെ ചെയ്യാനുള്ള കുറ്റങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് വെറുതെ ഒരു എരനെ പോലെ ഒന്നും കണ്ട് ഇങ്ങനെ സംസാരിക്കുക. ഇതൊക്കെ എന്താ പറയാ, ഇതൊക്കെ കേരളത്തിൽ മാത്രം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ.